ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന, വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കൂന്തൽ റോസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 500 ഗ്രാം കൂന്തളാണ് എടുത്തിട്ടുള്ളത്. ഒരല്പം ചെറിയ കൂന്തളാണിത്. അപ്പം പലർക്കും ഈ ഒരു കൂന്തൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നും ക്ലീൻ ചെയ്യേണ്ടതെന്നും അറിയാത്തവരുണ്ടാകും. അവർക്ക് വേണ്ടി ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ മുകളിലത്തെ തല ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ അതിങ്ങ് പോന്നോളും. അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ട് ഇതിന്റെ പേന പോലത്തെ സാധനം ഉണ്ടാകും, അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിന്റെ മുകളിലുള്ള ആ ഒരു സ്കിന്ന് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ ഇത് കണ്ടോ, ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം തലയുടെ ആ ഒരു അറ്റം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനിയിപ്പോ ഇതിന്റെ ആ ഒരു കണ്ണിന്റെ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഈ ഒരു സ്കിന്ന് ഇതുപോലെ റിമൂവ് ചെയ്തിട്ട് വരാത്തതൊക്കെ നമുക്ക് കഴുകുന്ന സമയത്ത് കല്ലുപ്പ് ചേർത്ത് കഴുകി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഇളകി വരും കേട്ടോ. അപ്പൊ ഈ ഒരു തലയുടെ ഭാഗത്ത് ആ ഒരു കണ്ണിന്റെ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ഭാഗത്ത് അതിൻ്റെ മഷി ഉണ്ടാവും, ആ മഷി പൊട്ടിപ്പോവാതെ വേണം നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാനിവിടെ ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. കല്ലുപ്പ് ചേർത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള 3 സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം നല്ലവണ്ണം സോഫ്റ്റായി വരുന്നത് വരെ ഇതിങ്ങനെ വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഈ ഒരു ചട്ടി ഒന്ന് അടച്ചു വെച്ചിട്ടാണ് സവാള വഴറ്റിയെടുക്കുന്നത്. കുറച്ച് സമയം ഇതുപോലെ അടച്ചു വെച്ച ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു സവാള കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും പാത്രം അടച്ചു വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ സവാള ആവശ്യത്തിന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും 5-6 വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് 1 മിനിറ്റ് നേരമൊക്കെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതും 1/4 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം കൂടുതൽ എരിവ് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ 1 ടീസ്പൂൺ വീതമാണ് ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നാണെങ്കിൽ കുറച്ചുകൂടി അധികം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
അപ്പോൾ ഇതാ ഈ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 വലിയ തക്കാളി ഇതുപോലെ പേസ്റ്റാക്കി എടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു തക്കാളിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി അതൊന്ന് കുക്കായി വരുന്നത് വരെ ഇതിങ്ങനെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂന്തൾ ചേർത്ത് കൊടുക്കാം. കൂന്തൾ ചേർത്ത് കൊടുത്ത ശേഷം ജസ്റ്റ് 1 മിനിറ്റ് നേരം ഇതിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയ ശേഷം പാത്രം അടച്ച് വെച്ച് 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് പാത്രം ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. 10 മിനിറ്റിന് ശേഷം ഈ ഒരു പാത്രം ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കൂന്തളൊക്കെ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഇതിപ്പം കുറച്ചൊരു ഗ്രേവി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെങ്കിൽ, കുറച്ച് ഗ്രേവിയൊക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ പാത്രം ഓപ്പൺ ചെയ്ത് വെച്ച് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രേവി ജസ്റ്റ് ഒന്ന് വറ്റി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇത് കുറച്ചുകൂടി ഒന്ന് ചൂടാറി വരുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയി വരും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് 1 ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, നിർബന്ധമായിട്ട് ഒഴിച്ചു കൊടുക്കണം. അതുകൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല രുചികരമായിട്ടുള്ളൊരു കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ഈ ഒരു കൂന്തൽ റോസ്റ്റ് മാത്രം മതിയാകും, വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.